അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിവാഹത്തിന് കഴിവുണ്ട്, പക്ഷെ എന്നിട്ട് വിവാഹം കഴിക്കുന്നില്ല. എന്താണ് ഇതിന്റെ വിധി? കാരണം ഇന്ന് പല സഹോദരിമാരും പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട, പല യുവാക്കളും പറയുന്നു ഞങ്ങൾക്ക് വിവാഹം വേണ്ട. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം മതപരമായ വിഷയത്തിന്റെ പേരിൽ ഇബാദത്ത് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്നതിന് കുടുംബജീവിതം തടസ്സമാണെന്ന് കരുതി വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞവരോട് പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വാ തസവ്വജു നിസാ, ഞാൻ വിവാഹിതനാണ്, വിവാഹം കഴിച്ചവരാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് വിരോധം കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അതുകൊണ്ട് ബാഅത്തെത്തിയാൽ ഒരു സ്ത്രീയെ പരിപാലിക്കാനുള്ള ആരോഗ്യവും ശാരീരികവുമായ, അതുപോലെ തന്നെ സാമ്പത്തിക ചുറ്റുപാടും ആരോഗ്യപരമായ ശാരീരികപരമായ പക്വതയും എത്തിയാൽ ഫലിയതസവ്വജ്, വിവാഹം കഴിക്കണമെന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കാതെ ഒരു കാരണവുമില്ലാതെ മാറി നിൽക്കുന്നത് ഇസ്ലാം ഒഴിവാക്കണം, അത് ശരിയല്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇനി വിവാഹം കഴിക്കാത്തത് കൊണ്ട് തിന്മയിലേക്ക് പോകുമെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് ഹറാമുമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ വിലക്കുകയാണ് ചെയ്തത്. റദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉസ്മാൻ ബിൻ മദ്ഊൻ, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ മടക്കിയേക്കുന്നു. എന്തിന്റെ വിഷയത്തിൽ? അത്തബത്തുല, അഥവാ വൈവാഹിക ജീവിതത്തിൽ നിന്ന് മാറി ഇബാദത്തിൽ മുഴുകിയ ഒരു സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിൽ നിന്ന് മടക്കി അയച്ചതായി കാണാൻ കഴിയും. അപ്പോൾ വിവാഹം കഴിക്കാനുള്ള ശാരീരിക പ്രകൃതിയും ആരോഗ്യവും അതുപോലെ തന്നെ ഒരു കുടുംബം നോക്കാനുള്ള ചുറ്റുപാടും ഉണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കേണ്ടതാണ് എന്നുള്ളത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഗൗരവകരമായ ഉപദേശമാണ്. യാ മഅ്ശറ ശബാബി മൻ ഇസ്തത്വഅ മിൻകുമുൽ ബാഅ ഫലയതസവ്വജ്, അല്ല യുവാക്കളെ, യുവത്വ കാലഘട്ടത്തിലാണ് വിവാഹം കഴിക്കാൻ വേണ്ടി ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങൾക്ക് ബാഅത്തെത്തിയാൽ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കാനുള്ള പരിപക്വനം എത്തിയാൽ ഫല്യതസവ്വജ്, വിവാഹം കഴിക്കണം, അത് കണ്ണിനും നിന്റെ ഗുഹ്യസ്ഥാനത്തിനും നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ വിവാഹിതരാവാതെ ഒറ്റത്തടിയായി നിൽക്കുകയും വ്യഭിചാരം പോലെയുള്ള മറ്റ് ഹറാമുകൾ ചെയ്യുകയും അല്ലെങ്കിൽ ലിവിങ് ടുഗദർ പോലെയുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഹറാമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.